ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി ഇന്ത്യക്കാരായ നിക്ഷേപകരെ ആകർഷിക്കാൻ ജിദ്ദയിൽ കർണാടക സർക്കാർ സംഘടിപ്പിച്ച റോഡ് ഷോ ശ്രദ്ധിക്കപ്പെട്ടു. സൗദിയിൽ വിവിധ മേഖലകളിൽ ബിസിനസ് രംഗത്ത് സജീവമായ മലയാളികൾ അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രവാസി വ്യവസായികൾ സംഗമത്തിന് എത്തി. രാജ്യങ്ങളിൽ നിന്ന് പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ വൈവിധ്യമാർന്ന ഓഫറുകളാണ് കർണാടക സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. കർണാടക ധനകാര്യ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ PC ജാഫർ IAS നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ജിദ്ദ പാർക്ക് ഹയാത്ത് ഹോട്ടലിൽ നടന്ന യോഗത്തിൽ നിക്ഷേപകരുമായി സംവദിച്ചു. മൈക്രോ, സ്മോൾ, മീഡിയം, ലാർജ്, എക്സ്ട്രാ ലാർജ് ഇങ്ങനെ പല കാറ്റഗറിയിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കർണാടകയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. 5 കോടി രൂപ മുതലുള്ള വിവിധ നിക്ഷേപങ്ങൾക്ക് ആകർഷകമായ സബ്സിഡിയും മറ്റ് ആനുകൂല്യങ്ങളും സർക്കാർ നൽകുമെന്നും അവർ വ്യക്തമാക്കി. TBT, GCC ഗ്ലോബൽ കപ്പാസിറ്റി സെന്റർ, ഓഡിയോ വിഷ്വൽ AVG പോളിസി, അതുപോലെ ടൂറിസം പോളിസി, ഇങ്ങനെ ഒരുപാട് പോളിസികൾ ഈ നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കർണാടക സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലൊക്കെ ഏകദേശം നമ്മൾ മുടക്കുമുതലിൻ്റെ ഏകദേശം 40 മുതൽ 60% വരെ ഇൻസെൻറ്റീവായിട്ട് തിരിച്ചു കിട്ടുന്നതും അതുപോലെ തന്നെ പല കൺസെഷൻസും കൊടുക്കുന്നത് ഈ പോളിസിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. MSME വകുപ്പ് ഡയറക്ടർ നദീസ് പട്ടേൽ IAS, HS ജോയിന്റ് ഡയറക്ടർ ജയകുമാർ, ഡോക്ടർ ശ്രീശാൽ എന്നിവർ നിക്ഷേപകരുമായി സംവദിച്ചു. ജിദ്ദക്ക് പുറമെ റിയാദിലും ദമാമിലും ദോഹയിലും കർണാടക ഉദ്യോഗസ്ഥ പ്രതിനിധി സംഘം നിക്ഷേപ സംഗമങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകരായ നാസർ വെളിയങ്കോട്ട്, KM സിദ്ദീഖ്, ജാവേദ് മിയന്താദ് എന്നിവർ അറിയിച്ചു. സുൽഫീഖറുദായി, അമൃത ന്യൂസ്, ജിദ്ദ. FSC Logistics and Warehousing Solutions, Jeddah, Riyadh, Dammam. Brave Harbour Logistics, Jeddah, Riyadh, Dammam. Monal, Jeddah, Pakistani Restaurant, Sharafia, Baghdadiya, King Khalid Road, Jeddah.